ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. ഇന്ന് ജൂലൈ 23 ക്യാപ്റ്റൻ ലക്ഷ്മി ചരമദിനമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തകയുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ചരമദിനമാണ് ജൂലൈ 23. അതുപോലെ തന്നെ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിലുള്ള ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നതിൻ്റെ സ്മരണയ്ക്കായി ഈ ദിവസം ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആര്? സൊണാലി മിശ്ര. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് സൊണാലി മിശ്ര. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ അഭിജിത്ത് സേത്ത്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ അഭിജിത്ത് സേത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്കണോമിക് ഡിപ്ലോമസി ഡിവിഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനം യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് സിഗന്തൂർ പാലം, അല്ലേ? ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കർണാടകയിലെ ശിവമോഗയിലാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 2.44 കിലോമീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി യൂലിയ സ്വിർഡെൻകോ. യുക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് യൂലിയ സ്വിർഡെൻകോ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം സിക്കിമിലെ യാക്ടനാണ്, അല്ലേ? സിക്കിമിലെ യാക്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർപേഴ്സൺ നിതിൻ ഗുപ്ത. ഓപ്പൺ AI അവതരിപ്പിച്ച പുതിയ വെർച്വൽ അസിസ്റ്റൻ്റാണ് ചാറ്റ് GPT ഏജൻറ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാതയാണ് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ. എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് SBI ആണ്. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കാണ് SBI. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രതിരോധ ആവശ്യങ്ങൾക്കായി യൂണിയൻ സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? മൗസിൻ റാം, മേഘാലയയിലെ മൗസിൻ റാമിലാണ് ആദ്യ മഴ മ്യൂസിയം വരുന്നത്. ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയ ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുൾപ്പെടെയുള്ള ദൗത്യ സംഘത്തെയും കൊണ്ട് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത് എവിടെയാ? കാലിഫോർണിയൻ തീരത്ത് ശാന്തസമുദ്രത്തിൽ. ശുഭാംശു ISSൽ ചെലവിട്ടത് 433 മണിക്കൂറാണ്. ഭൂമിയെ ചുറ്റിയത് 288 തവണ. അപ്പോൾ ഇതൊക്കെ ഈ സമയവും അതുപോലെ സംഖ്യയൊക്കെ നമ്മൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈയിടെ വാഹനാപകടത്തിൽ മരിച്ച മാരത്തൺ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൺ ഓട്ടക്കാരനാരാ? ഫൗജ സിംഗ്. LICയുടെ പുതിയ CEO ആണ് ആർ ദൊരൈസ്വാമി. അമേരിക്കൻ വൈദ്യുത കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ആദ്യ ഷോറൂം ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയത് മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ. അമേരിക്കൻ സ്പീഡ് ടെസ്റ്റ് കമ്പനിയായ ഓക്ലയുടെ റിപ്പോർട്ട് പ്രകാരം ഇൻ്റർനെറ്റ് സ്പീഡിൽ ഇന്ത്യ എത്രാമതാണ്? 26ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 1ാം സ്ഥാനം UAE, 2 ഖത്തറിനുമാണ്. രാജ്യത്തെ ശുചിത്വ സർവേയിൽ കേരളത്തിൽ നിന്ന് എത്ര നഗരങ്ങളാണ് ഇടം നേടിയത്? 8 നഗരങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. കോർപ്പറേഷനുകളായ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം, മുനിസിപ്പാലിറ്റികളായ മട്ടന്നൂർ, ആലപ്പുഴ, ഗുരുവായൂർ ഇതൊക്കെ ഇടപെട്ടിട്ടുണ്ട്. വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കാൻ ഒരുങ്ങുന്ന രാജ്യം
ബ്രിട്ടനിലാണ് വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കുന്നത്. 20 വർഷമായി കോമയിൽ കഴിഞ്ഞിരുന്ന ഈയിടെ അന്തരിച്ച ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന സൗദി രാജകുടുംബാംഗം ആരാണ്? അൽ-വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ. അൽ-വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ. ഓക്കെ.